ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. എന്തൊക്കെയാണ് സുഖാന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം നല്ല രസകരമായിട്ടുള്ള നമ്മുടെ PYQs വന്ന, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കട്ടെ. നിങ്ങൾക്ക് ഇതുപോലെ വൺ വേർഡിനാണ് ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം തന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്പർ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എന്നിന്റെ കൂടെയുള്ള നമ്പർ ആയിരിക്കും കോമൺ ഡിഫറൻസ് ഉണ്ടാവുക. ഓക്കെ, സിമ്പിൾ ടെക്നിക്കാണ്. സോ ഇവിടെ ഓപ്ഷൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എ എന്ന് എഴുതാം. എന്നാൽ നിങ്ങൾ ഇത് പഠിച്ചു പോയിട്ട് നിങ്ങളുടെ എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് nth ടേമിന് പകരം സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈസ് ഈക്വൽ ടു 3n² + 2n എന്ന രീതിയിലാണ് തന്നതെങ്കിൽ ഈ കാണുന്ന നമ്പർ അല്ല കോമൺ ഡിഫറൻസ്, ആ കാണുന്ന നമ്പറിൻ്റെ ഡബിൾ ആണ് കോമൺ ഡിഫറൻസ്. ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യാൻ ഒരു പണിയില്ല. ആദ്യം നിങ്ങൾ A1 കണ്ടുപിടിക്കുക. 3 + 7 10 ആണ്. അതിനുശേഷം A2 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 6 13 ആണ്. സോ ഡി എന്ന് പറഞ്ഞാൽ 13 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ആവശ്യമില്ല. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്താൽ ഡയറക്റ്റായിട്ട് മാർക്ക് കിട്ടുന്നതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. ദ വാല്യൂ ഓഫ് P ഫോർ വിച്ച് 2P + 1 10 ആൻഡ് 5P + 5 ആർ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് an AP. അതായത് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ അടുത്തടുത്ത 3 ടേംസ് നിങ്ങൾക്ക് തന്നിട്ട് അതിൽ ഏത് ചോദ്യം ചോദിച്ചാലും, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ടേമും തരും, ഇത് കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതും രണ്ടും തരും, ഇത് കണ്ടുപിടിക്കും. അങ്ങനെ ഏത് ചോദിക്കാൻ വന്നാലും ഒരു പണിയില്ല. സംഗതി സിമ്പിളാണ്. A B C ഇങ്ങനെ 3 ടേം ആണ് എങ്കിൽ ഓൾവേസ് അതിൻ്റെ റിലേഷൻ B = A + C/2 ആയിരിക്കും. ഓൾവേസ്. സോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 10 = 2P + 5P, 2P + 1 + 5P + 5. ഇത് സോൾവ് ചെയ്ത ആൻസറായി 2P + 5P ദാറ്റ് ഈസ് 7P. 7P + 6 = 10. 7P + 10 is equal to 7P + 6 = 10. So 7P = 10 - 6 4 something fishy. 2P + 5P that is equal to 2 × 10 ആണ് കേട്ടോ. 2 × 10. 2B = അല്ലെങ്കിൽ A + C/2. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, /2 = അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെ എഴുതിയാലും മതി. 2B = A + C അല്ലെങ്കിൽ B = A + C/2. ബോത്ത് ആർ സെയിം. സോ 2 × 10 is equal to 2P + 1 + 5P + 5. 7P + 6 = 20 ആണ് കേട്ടോ. 20. So 7P = 20 - 6 that is equal to 14. So P = 14/7 that equal to 2 is the right answer. ഓപ്ഷൻ. നല്ലൊരു ചോദ്യമാണ്. ഇതേപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ, മറ്റൊരു ക്വസ്റ്റ്യൻ വൺ വേർഡ് അല്ല, 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം? സംഭവം സിമ്പിളാണ്. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കറിയാം A4 എന്ന് പറഞ്ഞാൽ A + 3 × D ആണ്. ഡിവൈഡ് ബൈ A7 എന്ന് പറഞ്ഞാൽ A + 6 × D ആണ്. അത് കൃത്യമായിട്ട് തന്നു 2/3. സോ ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. 3 × A + 3D = 2 × A + 6D. 3 × A + 3 means 3A + 9D and 2 × A + D means 2A + 12D. അപ്പോൾ ഇതിൽ നമുക്ക് എയും ഡിയും തമ്മിൽ റിലേഷൻ കണ്ടെത്താൻ പറ്റും. സോ എനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. സോ 3A - 2A that is equal to A. 12D - 9D that is equal to 3D. സോ A = 3D എന്ന് കിട്ടും. സിമ്പിളാണ് ഇത് സോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഈ ഒരു റിലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ A6 / A8 നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. A6 / A8 എന്ന് പറഞ്ഞാൽ A6 എന്ന് പറഞ്ഞാൽ A + 5D ആണ്. ആൻഡ് A8 എന്ന് പറഞ്ഞാൽ A + 7D ആണ്. നമുക്കറിയാം എൻ്റെ പൊസിഷനിൽ നമുക്ക് 3D കൊടുക്കാം. സോ A = 3D. 3D + 5D ഡിവൈഡഡ് ബൈ റേഷ്യോ ആണ് ചോദിച്ചത്. 3D + 7D. So 3D + 5D means 8D divided by 3D + 7D 10D. We can cancel 8 and 10. So 8/10 that is equal to 4/5 is the relation. സിമ്പിൾ ആണ്, പവർഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് എടുക്കുക, കാണുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ചോദ്യം. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 6th ടേം 29 ആണ്. A6 = 29 ആൻഡ് 14th ടേം 69 ആണ്. മക്കളെ ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. ഏതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ 2 ടേം എന്നാൽ കോമൺ ഡിഫറൻസ് കാണാൻ വളരെ സിമ്പിളാണ്. അതിൻ്റെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര നോക്കുക. 69 - 29.
അല്ലേ? അതായത് ഈ രണ്ട് ടേമും തമ്മിൽ കുറച്ച് എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 40 കിട്ടും അല്ലേ? ഈ 40 എന്ന് പറയുന്നത് ഇവിടുത്തെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സം നമ്പർ ഇൻറ്റു കോമൺ ഡിഫറൻസ്. സോ ഡി ഈക്വൽ ടു എന്തായിരിക്കും? 40 ഡിവൈഡ് ബൈ ഇവിടുത്തെ ഡിഫറൻസ്. ഇപ്പോൾ 14ാമത്തെ ടേമും 6ാമത്തെ ടേമും നമ്മൾ ഡിഫറൻസ് എത്ര? 6 ആണ്. സോ 8 കിട്ടും. സോ അതിവിടെ എഴുതിയാൽ മതി. 14 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, ഇത് എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഡൗട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറോട് ചോദിച്ചിട്ട് അതൊന്ന് കൺഫേം ചെയ്യുക. കാരണം ചില ടീച്ചേഴ്സ് മാർക്ക് തരാറില്ല. എന്നാൽ എല്ലാ കുട്ടികൾക്കും മാർക്ക് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. A6 എന്ന് പറഞ്ഞാൽ A+5D ആണ്. ഓർ സെക്കൻഡ് മെത്തേഡ്, ഇത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാം. ഈക്വൽ ടു 29 ആൻഡ് A+13D ഈക്വൽ ടു 69. നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. 69 മൈനസ് 29 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. 13D മൈനസ് 5D ദാറ്റ് ഈസ് ഈക്വൽ ടു 8D. A മൈനസ് A 0. സോ D ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 8. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്തെന്നുള്ളൂ. സിമ്പിൾ. ഈ ചെയ്ത പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ അതൊന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ചെയ്തു. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവാം. ഇതെപ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യാണ്ടാവും. ആൻഡ് ഈ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത് 30 മൈനസ് 5. ഇതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതും ഇതിൽ നിന്ന് കുറയ്ക്കുന്നതൊക്കെ സെയിം തന്നെ അല്ലേ? 40 മൈനസ് 6 ചെയ്യുന്നതും ആൻഡ് 30 മൈനസ് 5 എന്ന് എന്താണ്? ഔട്ട്പുട്ട് സെയിം ആണ്. സോ അങ്ങനെ വരുള്ളൂ. സോ D ഈക്വൽ ടു 5. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട 10th ടേം ആണ്. സോ A10 ഈസ് ഈക്വൽ ടു നമുക്കറിയാം 6th ടേം നമുക്കറിയാം. 6th ടേമിനോട് 4 ടൈംസ് D ആഡ് ചെയ്താൽ 10th ടേം കിട്ടും. സോ 6th ടേം ഈസ് 29 പ്ലസ് 4 ഇൻറ്റു D. സോ 49 ഈസ് ദ റൈറ്റ് ആൻസർ. 49 ആണ് ഇതിൻ്റെ 10th ടേം വരിക. ഓക്കെ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നല്ലൊരു ചോദ്യമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ക്വസ്റ്റ്യനും കൂടി. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ വന്നാൽ ഏറ്റവും സിമ്പിൾ വഴി പറഞ്ഞുതരാം. നമുക്കറിയാം ഏതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെയും ഡയറക്ഷൻ ഇപ്പോൾ 2, 5, 8, 11 ഈ കാണുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. D ഈക്വൽ ടു +3 ആണ്. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ തിരിച്ചാണ് ചെയ്തെങ്കിലോ 11, 8, 5, 2 തിരിച്ച്, അതായത് ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അതായത് ഇത് നമ്മൾ തിരിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താവും? നേരെ ഓപ്പോസിറ്റ് ആവും. കോമൺ ഡിഫറൻസ് ആ അരിത്മെറ്റിക് പ്രോഗ്രഷൻ തിരിച്ച് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈൻഡ് ദ 11th ടേം ഫ്രം ദി ലാസ്റ്റ് ടേം. നിങ്ങൾ പല ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഈ കാണുന്ന അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ തിരിച്ച് എഴുതുകയാണെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര? 12, 8, 4. അതായത് 12 8 ആണ് 4 കുറയുക ചെയ്യുന്നത്. സോ അത് നമ്മൾ തിരിച്ച് ചെയ്താണെങ്കിൽ -84 D ഈക്വൽ ടു എന്താവും? +4 ആവും. -84 + 4 -80 -80 + 4 -76 എക്സെട്ര. ഈ കാണുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ 11th ടേം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ചോദ്യം എന്താ? ഈ കാണുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ ലാസ്റ്റ് ടേമിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് 11th ടേം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എഴുതി. അപ്പോൾ ഈ കാണുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ 11th ടേം എന്തെന്ന് കാണാൻ ഒരു പണിയുമില്ല. A11 ഈസ് ഈക്വൽ ടു A+10 ടൈംസ് D ആണ്. A11 ഈസ് ഈക്വൽ ടു A+10 ടൈംസ് D. A ഈസ് ഈക്വൽ ടു -84 + 10 ടൈംസ് D ഈക്വൽ ടു 4. ഈ കാണുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. സോ -84 + 40 ദാറ്റ് ഈസ് ഈക്വൽ ടു -44 ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ലേറ്റസ്റ്റ് ഹാവ് എ വൺ ഡേ പാർട്ടി. ഓക്കെ, വെറുതെ പാടി കേട്ടോ. സോ കുറച്ച് സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ആളുകൾ ജസ്റ്റ് ഒന്ന് 0.7x അല്ലെങ്കിൽ 0.75x ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നല്ല ചോദ്യം ആയതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്രയും വാല്യുബിൾ ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. എങ്ങനെ ചെയ്യാം മകളെ? ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കറിയാം ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ n/2. ഇവിടെ n അറിയില്ല. എങ്ങനെ കണ്ടുപിടിക്കുക? n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 ആണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ടേം മൈനസ്, അതായത് xn ഈസ് ഈക്വൽ ടു x ആണ്, അല്ലെങ്കിൽ an ഈക്വൽ ടു x ആണ്. a എന്ന് പറഞ്ഞാൽ A+n-1 × D. ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. ഓക്കെ. സോ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് +1. സോ ഇതൊന്ന് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? ഈ 1 നമുക്ക് വേണമെങ്കിൽ 3/3 എഴുതാം, അല്ലെ /1. സോ 1 × x-1 x-1 +3 ഡിവൈഡ് ബൈ 3. സോ x +2 ഡിവൈഡ് ബൈ 3. ഇതാണ് n എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് n. സോ ഇതിനെങ്ങനെ നമ്മൾ സം കണ്ടുപിടിക്കുക? Sn ഈസ് ഈക്വൽ ടു s × x + 2/3, അല്ലെ Sn എഴുതിയാൽ മതി. Sn ഈസ് ഈക്വൽ ടു n/2 n/2 ഇൻറ്റു x1 + xn ഈസ് ഈക്വൽ ടു 287. ഇത് തന്നിട്ടുണ്ട്.
ഇത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എന്താക്കിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. സോ എങ്ങനെ ചെയ്യാം? സോ x+2 ഡിവൈഡഡ് ബൈ 3/2 എന്ന് പറഞ്ഞാൽ ഈ 2നെ എടുക്കെത്തും. ഏറ്റവും അടി തവണ മേലോട്ട് 2 3 2 × 3 6 ഇൻറ്റു x+1 ഈസ് ഈക്വൽ ടു 287. സോ എന്ത് കിട്ടും? 6ന് അങ്ങോട്ട് ഉണ്ടായാൽ x+2 ഇൻറ്റു x+1 ഈസ് ഈക്വൽ ടു 287 ഇൻറ്റു 6. കുറച്ച് ചെയ്യാനുണ്ട് കേട്ടോ. 1722. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇതിന് ആൻസർ ചെയ്യാം. ഈ കാണുന്നത് കോൺസിക്യൂട്ടീവ് നമ്പറാണ്, അതായത് അടുത്തടുത്ത രണ്ട് നമ്പറാണ്, x+1 x+2. അപ്പോൾ അടുത്തടുത്ത ഏതൊക്കെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 1722 കിട്ടുക നോക്കിയാൽ മതി. അടുത്തടുത്ത ഏതൊക്കെ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് 1722 കിട്ടുക നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗസ് അടിച്ചിട്ട് ആൻസർ ചെയ്യാം. ഇനിയല്ല നിങ്ങൾക്ക് ആസ് യൂഷ്വൽ, ഇനിയല്ല ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? x ഇൻറ്റു എക്സ്, x² പ്ലസ് x ഇൻറ്റു 1 x പ്ലസ് 2x 3x പ്ലസ് 2 ഈക്വൽ ടു 1722. ഇതൊരു ക്വാഡ്രാറ്റിക് മെത്തേഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ക്വാഡ്രാറ്റിക് മെത്തേഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ക്വസ്റ്റൻ ആൻസർ ചെയ്യാം. -b + or - വെച്ചിട്ട് ആൻസർ ചെയ്യാം, നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ സാധാ പോലെ ആസ് യൂഷ്വൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 42 × 41 കിട്ടും. വലിയ സംഖ്യ x+2 ആയതുകൊണ്ട് വലിയ സംഖ്യ ഇവിടെ എഴുതി. 42 × 41 ദാറ്റ് ഈസ് ഈക്വൽ ടു 1722. സോ 42 എന്ന് പറഞ്ഞാൽ x+2 ആണ്. സോ x+2 ഈസ് ഈക്വൽ ടു 42. സോ x ഈസ് ഈക്വൽ ടു 42 - 2 40. സോ എക്സിൻ്റെ വാല്യൂ 40 ആണ്. x ഈസ് ഈക്വൽ ടു 40. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 40 - 1 39 39/3 13 2 × x1 + x1. നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? x ഈസ് ഈക്വൽ ടു 40. സോ n ഈസ് ഈക്വൽ ടു 40 + 2 42/3. n ഈസ് ഈക്വൽ ടു 42/3 ആണ്. 42/3 ആണ് എത്രടാ? 42/3 ദാറ്റ് ഈസ് 14 ആണ്. സോ ഇതിൻ്റെ ആൻസർ n/2 14/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് 1 41. സോ 14/2 7 × 41. ആൻസർ കറക്റ്റ് അല്ലേ? ഓക്കെ, 7 × 41 7 × 41 യെസ് 287 കറക്റ്റാണ്. സോ 40 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു. ഇതുപോലെ ഇനിയും പാർട്ടുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസുകളും നിങ്ങളുടെ ഈ വീഡിയോ കിട്ടുന്ന റീച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതുകൊണ്ട് മാക്സിമം 10th CBSE പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അയച്ചു കൊടുക്കുക. സോ എൻ്റെ പേര് അറിയാത്ത ആളുകൾക്ക് എൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുകയാണ്. ഷാഹിദ് റംസാൻ എന്നാണ്. സൈലത്തിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫോർ സൈലന്റ് ലേണിംഗ്. ബൈ.